ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചലഞ്ചിങ് വീഡിയോയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ പ്രിൻസസ് കട്ട് ടോപ്പിനകത്ത് നമ്മളെങ്ങനെയാണ് വീനെക്ക് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. നമ്മൾ വീനെക്കാണ് ഇതിനകത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പീസാണിത്. ഇതിനകത്ത് നമ്മൾ ക്യാൻവാസ് ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാൻവാസിനകത്ത് നമ്മൾ നെക്ക് അടയാളപ്പെടുത്താണ്. 3.5 ഇഞ്ച് നെക്കിൻ്റെ വൈഡും നമ്മൾ ആ 3.5 അടയാളപ്പെടുത്തി അവിടുന്ന് ചരിച്ച് വെച്ചിട്ട് 8 ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതിനെ സ്ട്രെയിറ്റ് ലൈൻ ആക്കുക. അപ്പോൾ അത് ഇതുപോലെ വരും. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ലെവൽ ചെയ്യുക. അപ്പോൾ നമ്മൾ വീനെക്കാണ്, അതിൻ്റെ നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. എന്നിട്ട് നമ്മൾ ഈ 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിൻ്റെ അവിടെ നിന്ന് നമ്മൾ 1 ഇഞ്ച് വീതി കൊടുത്ത് നമ്മൾ മാർക്ക് ചെയ്യാണ്. അപ്പോൾ ഇത് നമ്മളന്നേരം ചീത്ത വശത്ത് നിന്ന് തയ്ച്ച് നല്ല സൈഡിലേക്ക് മറിച്ചിടുന്ന രീതിയിലാണ് ഈ നെക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അതും ആ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് അത് നമുക്ക് എല്ലാം കൂടെ കണക്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ വരച്ചെടുക്കാം. ഇത് കാണിച്ചേക്കുന്നത് പോലെ വരച്ചെടുക്കണം. ഇത് മാർക്ക് ചെയ്ത് നമ്മളെടുത്ത് നെക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ പുറം വശം, അതായത് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അവിടെ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മൾ അകത്തെ മാർക്ക് ചെയ്തേക്കുന്നത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പീസ് കളയല്ലേ, നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ മറ്റേ കട്ട് ചെയ്ത് വെച്ച ആ പീസ് കൂടെ വെച്ച് നമ്മൾ അതിൻ്റെ അളവ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് എടുക്കാം. അപ്പം നമ്മൾ ഈ പീസിനകത്താണ് നമ്മൾ നെക്ക് ചെയ്യുന്നത്. അപ്പോൾ കണ്ട് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ക്യാൻവാസ് ഇതിനകത്ത് അയൺ ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അയൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ നിവർത്തി വെച്ചിട്ട് നമുക്ക് അയൺ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അയൺ ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു 1/4 ഇഞ്ച് മുതൽ 1/2 ഇഞ്ച് വരെ തയ്യൽ തുമ്പിട്ടിട്ട് വേണം അത് കട്ട് ചെയ്ത് അതിൻ്റെ വേസ്റ്റ് എല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ മടക്കി സാവകാശം തയ്ക്കുക. അപ്പോൾ ഈ മടക്കി തയ്ക്കുമ്പോൾ ഇതിൻ്റെ എഡ്ജിലൂടെ വേണം നമ്മൾ തയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാൻ. അപ്പം നമ്മളിത് മടക്കി എഡ്ജിലൂടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ മെയിൻ പീസ് എടുക്കുക. നമ്മുടെ മെയിൻ പീസ് എടുത്തിട്ട് അത് ഷോൾഡർ രണ്ടും കൂടെ ഒരുപോലെ വെച്ച് സെൻറ്റർ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമ്മൾ ഈ നെക്കിൻ്റെയും, അതായത് നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ പീസിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് എന്നിട്ട് ഇതിൻ്റെ ചീത്ത വശം എടുക്കുക. ചീത്ത വശത്ത് വെച്ച് തയ്ച്ചിട്ട് നമ്മൾ നല്ല വശത്തേക്ക് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ചീത്ത വശത്ത് അത് വെച്ച് തയ്ച്ച് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പം സെൻറ്ററെല്ലാം കറക്റ്റ് ഒരുപോലെ വരണം. അപ്പോൾ അത് തുണി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതും നമ്മളൊരു പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിൻ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ തയ്ക്കാൻ മുകളിൽ വെക്കുന്ന ഈ പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതെ നമുക്ക് വൃത്തിയായിട്ട് തയ്ച്ചെടുക്കാനും പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിൻ ചെയ്യുന്നത്. എന്നിട്ട് ക്യാൻവാസിൻ്റെ എഡ്ജിലൂടെ മാത്രം വേണം തയ്ക്കാൻ, അല്ലാതെ ക്യാൻവാസിന് അകത്തും അല്ലെങ്കിൽ ക്യാൻവാസിന് പുറത്തുമായിട്ട് തയ്ക്കരുത്. ക്യാൻവാസിൻ്റെ എഡ്ജിലൂടെ തയ്ക്കുക. വളരെ സാവകാശം തയ്ച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ തയ്ച്ച് ഈ സെൻറ്ററിൽ വന്നതിന് ശേഷം നമ്മൾ നീഡിൽ ആ പോയിൻറ്റിൽ കൊത്തി നിർത്തിയതിന് ശേഷം തുണി തിരിക്കുക. ഇതുപോലെ തുണി തിരിച്ചിട്ട് നമുക്ക് അവിടുന്ന് വീണ്ടും നമുക്ക് തയ്ക്കാം. ഇതുപോലെ തയ്ച്ചെടുക്കണം. തയ്ച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഈ പിൻ കുത്തി വെച്ചേക്കുന്നതൊക്കെ നമുക്ക് അഴിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണേ.
എന്നിട്ട് നമുക്ക് ഇതുപോലെ തിരിച്ചിടാം. അപ്പോൾ ചിലവർ അന്നേരം പൈപ്പിംഗ് പോലെ വെക്കുന്നവരുണ്ട്. ഇതിനകത്തിപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ വെക്കുന്നില്ല. അത് തയ്ച്ചെടുത്തിട്ടുണ്ട് നമ്മളെ. പിന്നെ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്യാമറ ഓഫായിപ്പോയി. അതെല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കണം. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഈ വീഡിയോ എടുക്കുന്നത്, എഡിറ്റ് ചെയ്യുന്നത് എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് അതിൽ നിന്ന് പറ്റിയൊരിതാണ്. അതന്നേരം ഞാൻ തയ്ച്ചതിന് ശേഷമുള്ളതാണിത്. ഇത് നെക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം. അപ്പം അത് എൻ്റെ ഭാഗത്തുനിന്ന് വന്നൊരു മിസ്റ്റേക്കാണ് ഇതെല്ലാവരും. അപ്പോൾ ഈ എഡ്ജിലൂടെ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത പോയിൻ്റിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് തിരിച്ച് വീണ്ടും അവിടം വരെ ആ ഷോൾഡറിൻ്റെ അവിടം വരെ തയ്ച്ച് നിർത്താം. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ഈ കാണിച്ചേക്കുന്നത് പോലെ ഇവിടെ കൊണ്ടുവന്ന് തയ്ച്ച് ഇവിടെ കുത്തി നിർത്തി എന്നിട്ട് വീണ്ടും തിരിച്ച് അങ്ങോട്ട് തയ്ക്കുക. ഇത്രയേ ഉള്ളൂ. പക്ഷേ അത് അതിൻ്റെ ക്യാമറ ഓഫായി പോയി. അപ്പം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം.